Hi everyone, today we are going to discuss about network analysis. Network analysis is one of the important tool for project management. So, network analysis എന്താണെന്ന് നോക്കാനായിട്ട് മുന്നേ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. A network is a combination of activities and events of a project. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ, അതൊക്കെ ആവാം. അപ്പോൾ ഒരു പ്രോജക്റ്റിന് പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഈവൻസൊക്കെ വരുന്നുണ്ട്. ഈ ഓരോ ആക്ടിവിറ്റീസും ഈവൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അനാലിസിസ് ആൻഡ് സോൾവിങ് ഓഫ് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് എ പ്രോജക്റ്റ്. So, an activity of a project can start only at the completion of many other activities. ഇനി നമുക്ക് എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് നോക്കാം. നെറ്റ്വർക്ക് അനാലിസിസ് ഈസ് എ സിസ്റ്റം വിച്ച് പ്ലാൻസ് ദി പ്രോജക്റ്റ് ബൈ അനലൈസിങ് ദി പ്രോജക്റ്റ് ആക്ടിവിറ്റീസ്. ഒരു പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസിൻ്റെ അനാലിസിസും അത് എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നെറ്റ്വർക്ക് അനാലിസിസിലൂടെ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ്, മോണിറ്ററിംഗ് ഓർ കോർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് മെനി ആക്ടിവിറ്റീസ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റുകളായാൽ പോലും അതിൻ്റെ എല്ലാം പ്ലാനിങ് സ്റ്റേജ് മുതൽ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് വരെ, അല്ലെങ്കിൽ ആ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിട്ടാണ് നെറ്റ്വർക്ക് അനാലിസിസിനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. ഫസ്റ്റ് വൺ ഈസ് ടു മിനിമൈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നുള്ളതാണ്. സെക്കൻഡ് പോയിൻ്റ് ആണ് ടു മിനിമൈസ് ടോട്ടൽ ടൈം ഓഫ് പ്രോജക്റ്റ്. സാധാരണ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് നടത്തുന്നത് കോസ്റ്റ് ആൻഡ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് മിനിമം കോസ്റ്റ്ലി വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഒരു കുറഞ്ഞ ടൈമിൽ നമുക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് നടത്തുന്നത്. ഇനി തേർഡ് പോയിൻ്റ്, ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. ഇപ്പോൾ അഡീഷണൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെയിം ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുകൂടാതെ പ്രൊജക്റ്റിൻ്റെ ടൈം ആൻഡ് കോസ്റ്റ് തമ്മിലുള്ള ട്രേഡ് ഓഫ്, അത് ബേസ് ചെയ്തിട്ട് വരുന്ന മെയിൻ ഐഡിയയാണിത്. നെക്സ്റ്റ് പോയിൻ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോജക്റ്റ് ഫോർ എ ഗിവൺ ടോട്ടൽ ടൈം. തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അടുത്ത പോയിൻ്റ്, മിനിമൈസേഷൻ ഓഫ് ടൈം ഓഫ് എ പ്രോജക്റ്റ് ഫോർ ഗിവൺ കോസ്റ്റ്. ഇത് മുന്നത്തെ പോയിൻ്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പോയിൻ്റാണ്. ഇതിൽ തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സിക്സ്ത് പോയിൻ്റാണ് മിനിമൈസേഷൻ ഓഫ് ഐഡിൽ റിസോഴ്സസ്. ഐഡിൽ റിസോഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ റിസോഴ്സസ്, അത് വെറുതെ വേസ്റ്റായിട്ട് വരുന്ന റിസോഴ്സുകളാണിത്. അപ്പോൾ ആ ഒരു ഐഡിൽ റിസോഴ്സസിനെ നമുക്ക് മിനിമൈസ് ചെയ്യണം. അടുത്ത പോയിൻ്റാണ് ടു മിനിമൈസ് പ്രൊഡക്ഷൻ ഡിലേയ്സ്, ഇൻ്ററപ്ഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ഈ പ്രൊഡക്ഷൻ ഡിലേയ്സ്, ഇൻ്ററപ്ഷൻസ്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളും അതൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യണം. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഐഡൻറ്റിഫൈയിങ് ഓൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോജക്റ്റ് ആൻഡ് ദെയർ പ്രസിഡൻസ്, കൺസ്ട്രെയിൻസ്, എക്സെട്ര. ദെൻ ലാസ്റ്റ് ആൻഡ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് വരുന്നതാണ് ടു ഹെൽപ്പ് ഇൻ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് പ്രോജക്റ്റ്. പ്രൊജക്റ്റിനെ പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും പിന്നെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ ലാർജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രോജക്റ്റ്. ലാർജും കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള പ്രോജക്റ്റുകളിലെ ഓപ്പറേഷൻസിനെ പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും പിന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട്
നെറ്റ്വർക്ക് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻറ്റും പവർഫുള്ളുമായിട്ടുള്ള ടൂളാണ്. അടുത്ത പോയിന്റ്, വിത്ത് ദി യൂസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസുകളുടെ ടെക്നോളജിക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് വേരിയസ് ഓപ്പറേഷൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇൻറ്റിഗ്രേഷനും കോർഡിനേഷനും ഡിറ്റർമൈൻ ചെയ്യാനാകും. ഇനി തേർഡ് പോയിന്റ്, നെറ്റ്വർക്ക് അനാലിസിസ് ഗീവ്സ് ദി പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് പാർട്സ് ഓഫ് ദി പ്രോജക്റ്റ്. പ്രോജക്റ്റിൻ്റെ വേരിയസ് പാർട്സ് തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ നെറ്റ്വർക്ക് അനാലിസിസ് നൽകുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഡീൽസ് വിത്ത് ദി ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് ആൻഡ് പ്രൊവൈഡ്സ് ദി ഒപ്റ്റിമം ഷെഡ്യൂൾ ഓഫ് ദി പ്രോജക്റ്റ്. നെറ്റ്വർക്ക് അനാലിസിസ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്ചേഞ്ചുമായിട്ട് ഡീൽ ചെയ്യുകയും അതോടൊപ്പം പ്രോജക്റ്റിന് ഒപ്റ്റിമൽ ഷെഡ്യൂൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ടെക്നിക് ഈസ് വെരി സിമ്പിൾ ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദി കമ്പ്യൂട്ടർ യൂസേഴ്സ്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, നെറ്റ്വർക്ക് കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് പ്രോജക്റ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ടൈം കൺസ്യൂമിങ്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റിൻ്റെ നെറ്റ്വർക്ക് കൺസ്ട്രക്ഷൻ വളരെ ഡിഫിക്കൽട്ടിയാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് അനാലിസിസിൽ ടൈം എടുക്കുന്നതുമാണ്. ഇനി സെക്കൻഡ് പോയിന്റ്, ആക്ച്വൽ ടൈം എസ്റ്റിമേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഈസ് എ ഡിഫിക്കൽട്ട് എക്സസൈസ്. ഇപ്പോൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആകുമ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റീസുകളുടെ ആക്ച്വൽ ടൈം എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ടൈം കണക്കാക്കുന്നതിനായിട്ട് നല്ല ഡിഫിക്കൽട്ടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, അനാലിസിസ് ഓഫ് ദി പ്രോജക്റ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് വർക്ക് ബിക്കോസ് എ നമ്പർ ഓഫ് റിസോഴ്സ് കൺസ്ട്രെയിൻസ് എക്സിസ്റ്റ് ഇൻ ദി പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൽ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് അനലൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ്, ഇൻ മെനി സിറ്റുവേഷൻസ് ടൈം ആൻഡ് കോസ്റ്റ് ട്രേഡ് ഓഫ് പ്രൊസീജിയർ ഈസ് കോംപ്ലിക്കേറ്റഡ്. ചില സിറ്റുവേഷൻസിലൊക്കെ ടൈം ആൻഡ് കോസ്റ്റ് അതിൻ്റെ എക്സ്ചേഞ്ച് പ്രൊസീജിയർ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ നമ്മൾ ഇതുവരെ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും പിന്നെ ഡിസഡ്വാൻറ്റേജസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. മെനി പ്രോജക്ട്സ് ആർ ഓഫ് ഗ്രേറ്റ് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ആൻഡ് റിക്വയർ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടൈം. പല പ്രോജക്റ്റുകളും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം വലിയ എക്സ്പെൻഡിച്ചറുകളും കൂടുതൽ സമയമൊക്കെ ആവശ്യമായിട്ട് വരുന്ന പ്രൊജക്റ്റുകളാണത്. Thus, there is a need of careful study and analysis of the entire project. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. പിന്നെ അതിന് ഒരു സ്റ്റഡി നടത്തുകയും ആവശ്യമാണ്. There are so many techniques to study and analyze a project. ആൻഡ് ഈ ടെക്നിക്കുകളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി കണ്ടുപിടിച്ചിട്ട് അതുവഴി നമുക്ക് എങ്ങനെ പ്രോജക്റ്റിനെ ലോ കോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടൈമിൽ എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നുള്ളതാണ്. നെറ്റ്വർക്ക് ടെക്നിക് ഈസ് എ മേജർ അഡ്വാൻസ് ഇൻ മാനേജ്മെൻറ്റ് സയൻസ്. ഈ ടെക്നിക്സ് എല്ലാ പ്രോജക്റ്റുകളുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഓൾ വർക്ക് മസ്റ്റ് ബി ഡൺ ഇൻ വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സ്. നെറ്റ്വർക്ക് അനാലിസിസിൽ വരുന്ന ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ടെക്നിക്സ് ആണ് പെർട്ട്, CPM, യുണിറ്റിക്സ്, ലെസ്, ടോപ്സ് ആൻഡ് സ്കാൻസ്. ഇതിൽ പെർട്ടും CPM ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. Then next we are discussing about the uses of network techniques. കോംപ്ലിക്കേറ്റഡ് പ്രോജക്റ്റിന് പ്ലാൻ ചെയ്യാനും വർക്കിംഗ് പ്ലാൻ കൺട്രോൾ ചെയ്യാനും കൂടാതെ പ്ലാൻ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് മാനേജ്മെൻറ്റിനെ നെറ്റ്വർക്ക് ടെക്നിക്സ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, നെറ്റ്വർക്ക് ടെക്നിക്സ് പ്രൊവൈഡ് എ നമ്പർ ഓഫ് ചെക്സ് ആൻഡ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ഗോയിങ് ആസ്ട്രേ ഇൻ ഡെവലപ്പിംഗ് ദി പ്ലാൻ ഫോർ ദി പ്രോജക്റ്റ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ പ്ലാനൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടാണോ പോണേന്ന് അറിയാൻ, അതിൽ ഡീവിയേഷൻസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നെറ്റ്വർക്ക് ടെക്നിക്സ് അതിനെ ചെക്ക് ചെയ്യുകയും സേഫ് ഗാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഇനി തേർഡ് പോയിന്റ്, നെറ്റ്വർക്ക് ടെക്നിക്സ് മാനേജ്മെൻറ്റിന് മിനിമം കോസ്റ്റിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോബബിൾ പ്രൊജക്റ്റ് ഡ്യൂറേഷനും അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനും മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ്, നെറ്റ്വർക്ക് ടെക്നിക്സ് ഹാവ് റിസൾട്ടഡ് ഇൻ ബെറ്റർ മാനേജീരിയൽ കൺട്രോൾ, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ലാസ്റ്റ് പോയിന്റ്, നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നതിലൂടെ ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രോജക്റ്റിനെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്തിനെക്കാട്ടും മുൻപായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കാനും അതുവഴി ഏർലിയർ റിട്ടേണും പിന്നെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് നെറ്റ്വർക്ക് ടെക്നിക്സ്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ബ്രിഡ്ജ്, പിന്നെ അതുപോലെ തന്നെ ഇറിഗേഷൻ പ്രോജക്റ്റും. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ മാനുഫാക്ചറിങ്, മെയിൻ്റനൻസ് പ്ലാനിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻവെൻട്രി പ്ലാനിങ്, പിന്നെ എന്താണ് മാർക്കറ്റിംഗ്. ഇതിലൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ടെക്നിക്സിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് ഡിഫറെൻറ്റ് ഫേസസ് ഇൻ ദി ആപ്ലിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. സാധാരണ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് ടെക്നിക്സാണ് യൂസ് ചെയ്യാറ്, പെർട്ടും CPMഉം. ഈ രണ്ട് ടെക്നിക്സും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഡിഫറെൻറ്റ് ഫേസസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് പറയാൻ പോണത്. ഫസ്റ്റ് ഫേസ് പ്ലാനിങ്. എന്തൊക്കെ ജോബ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസാണ് ഒരു പ്രോജക്റ്റിന് ആവശ്യമായിട്ട് വരുന്നത് അതൊക്കെ നമ്മൾ ഫോർമലൈസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്ന റിക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപേ കൂട്ടി തന്നെ വ്യക്തമാക്കി പ്ലാൻ ചെയ്തിരിക്കണം. ഇനി സെക്കൻഡ് ഫേസാണ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് ഈസ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ടൈം റിക്വയർഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ഈച്ച് ഓപ്പറേഷൻ. ഓരോ ഓപ്പറേഷൻസും ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയം, ആ സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. നമ്മുടെ പ്ലാൻ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒരു പ്ലാൻ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായിട്ട് വരുന്ന അതിൻ്റെ ഓർഡർ, അതിനാവശ്യമായിട്ടുള്ള സമയം അതൊക്കെ എത്രയാണെന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കണം. In this phase, men and material requirements for each activity at each stage of the project are also determined. ഇനി തേർഡ് പോയിന്റ് ആണ് കൺട്രോളിങ്. നമുക്കറിയാം കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും പിന്നെ ആക്ച്വൽ പെർഫോമൻസും കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ഡീവിയേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരാണെങ്കിൽ നെറ്റ്വർക്ക് അതനുസരിച്ചിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് ന്യൂ ഷെഡ്യൂള് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദിസ് സ്റ്റേജ് ഓൾസോ കോൾസ് ഫോർ അപ്ഡേറ്റിംഗ് ഓഫ് ദി നെറ്റ്വർക്ക് ടു മോണിറ്റർ ദി പ്രോഗ്രസ് ഓഫ് ദി പ്രോജക്റ്റ്. The introduction of network technique and its uses, application and different phases are also discussed. Today I am going to take seminar on the topic activities and events and network diagram. Meaning of activity എന്താണെന്ന് നോക്കാം. An activity is a task associated with a project. It is a physically identifiable part of a project which consumes time and resources. ഒരു പ്രൊജക്റ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ടൈമും റിസോഴ്സസും കൺസ്യൂം ചെയ്തുകൊണ്ട് ഫിസിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിൽ വാരിയസ് വർക്ക് ഇൻവോൾവ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയിൻറ്റിങ്, പ്ലംബിങ് തുടങ്ങിയവ. അതിനെയൊക്കെ നമുക്ക് ആക്ടിവിറ്റി എന്ന് പറയാം. An activity is denoted by a capital letter or by two numbers. It is represented by an arrow, the tail of which represents its start and the head its finish. നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ആക്ടിവിറ്റിയെ ക്യാപിറ്റൽ ലെറ്റർ
അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആക്ടിവിറ്റികളെ ഏരോ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ എ എന്ന ആക്ടിവിറ്റിയെ കണക്ട് ചെയ്യുന്ന രണ്ട് ഇവൻ്റാണ് 2 ആൻഡ് 3. ഇതിൽ 2 എന്ന നമ്പർ ഇനീഷ്യൽ നോഡ് അഥവാ സ്റ്റാർട്ടിംഗ് നോഡിനെയും 3 എന്ന നമ്പർ ടെർമിനൽ നോഡ് അഥവാ ഫിനിഷിംഗ് നോഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. മെയിനായിട്ട് 3 ആക്ടിവിറ്റീസാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റീസ്, സെക്കൻഡ് പ്രിഡിസസർ ആൻഡ് സക്സസർ ആക്ടിവിറ്റീസ്, ലാസ്റ്റ് വൺ ഡമ്മി ആക്ടിവിറ്റി. സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് നോ പ്രിഡിസസേഴ്സ് ആർ കോൾഡ് സ്റ്റാർട്ട് ആക്ടിവിറ്റീസ്. ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുൻപായി മറ്റൊരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അതിനെ സ്റ്റാർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് നോ സക്സസേഴ്സ് ആർ കോൾഡ് ടെർമിനൽ ആക്ടിവിറ്റീസ്. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അതിനെ ടെർമിനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നു. പ്രിഡിസസർ ആക്ടിവിറ്റി. ആക്ടിവിറ്റി that must be completed immediately prior to the start of another activity is called predecessor activity. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ആക്ടിവിറ്റിയെയാണ് പ്രിഡിസസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സക്സസർ ആക്ടിവിറ്റി. ആക്ടിവിറ്റീസ് which cannot be started until one or more of other activities are completed but immediately succeed them are called successor activity. One or more activities കംപ്ലീറ്റ് ആകുന്നത് വരെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാത്ത എന്നാൽ ഇമ്മീഡിയറ്റ്ലി സക്സീഡ് ആകുന്ന ആക്ടിവിറ്റീസിനെയാണ് സക്സസർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഡമ്മി ആക്ടിവിറ്റി. യൂഷ്വലി a job or a task requires time and cost, but there are certain activities which do not take time or resources. They are known as dummy activities. സാധാരണയായി ഒരു ജോബോ ടാസ്കോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ടൈമും കോസ്റ്റും അത്യാവശ്യമാണ്. എന്നാൽ ചില ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ടൈമും റിസോഴ്സസും ആവശ്യമില്ല. അത്തരത്തിലുള്ള ആക്ടിവിറ്റിയെയാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇവൻറ്റ്. ഇവൻറ്റ് ഡിസ്ക്രൈബ്സ് സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് എ ടാസ്ക്. ഒരു ടാസ്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. It is a junction of two or more arrows representing activities. ആക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ടോ അതിലധികമോ ആരോസിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവൻറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സർക്കിൾസ്. നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഇവൻറ്റിനെ സർക്കിളായിട്ടാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഇവൻറ്റ്. ഇവൻറ്റിനെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടെയിൽ ഇവൻറ്റ്, ഹെഡ് ഇവൻറ്റ്, സക്സസർ ഇവൻറ്റ്സ്, പ്രിഡിസസർ ഇവൻറ്റ്. ടെയിൽ ഇവൻറ്റ്. എ ടെയിൽ ഇവൻറ്റ് ഈസ് ദി വൺ വിച്ച് മാർക്സ് ദി ബിഗിനിങ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ ബിഗിനിങ്ങിൽ മാർക്ക് ചെയ്യുന്ന ഇവൻറ്റിനെ ടെയിൽ ഇവൻറ്റ് എന്ന് പറയുന്നു. ഹെഡ് ഇവൻറ്റ്. ഓൾ ദി ആക്ടിവിറ്റീസ് have an ending marked by an event. Such event is known as head event. എല്ലാ ആക്ടിവിറ്റിയുടെയും എൻഡിങ്ങിൽ മാർക്ക് ചെയ്യുന്ന ഇവൻറ്റിനെ ഹെഡ് ഇവൻ്റ് എന്ന് പറയുന്നു. തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ആക്ടിവിറ്റിയെ കണക്ട് ചെയ്യുന്ന രണ്ട് ഇവൻ്റാണ് ഐയും ജെയും. ഇതിൽ ബിഗിനിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഐ എന്ന ഇവൻറ്റിനെ ടെയിൽ ഇവൻ്റ് എന്നും എൻഡിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുള്ള ജെ ഇവൻറ്റിനെ ഹെഡ് ഇവൻറ്റും എന്ന് പറയുന്നു. സക്സസർ ഇവൻറ്റ്സ്. ദ ഇവൻറ്റ്സ് ദാറ്റ് ഫോളോ ആൻ
ഇവൻ്റ് ആർ കോൾഡ് സക്സസർ ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റിന് ശേഷം വരുന്ന മറ്റൊരു ഇവൻറ്റിനെയാണ് സക്സസർ ഇവൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ 2 എന്ന ഇവൻറ്റിൻ്റെ സക്സസർ ഇവൻ്റാണ് 3 എന്ന ഇവൻറ്റ്. പ്രെഡിസസർ ഇവൻറ്റ്സ്. ദ ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ബിഫോർ ആൻ ഇവൻ്റ് ആർ കോൾഡ് പ്രെഡിസസർ ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റിന് മുൻപായി ഒക്കർ ചെയ്യുന്ന മറ്റൊരു ഇവൻറ്റിനെയാണ് പ്രെഡിസസർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 എന്ന ഇവൻറ്റിൻ്റെ പ്രെഡിസസർ ഇവൻ്റാണ് 2 എന്ന ഇവൻറ്റ്. നെക്സ്റ്റ് ടോപ്പിക് representation of activities and events. Activities are represented by simple arrows in a network diagram. Length of arrow does not represent either the magnitude of work or the time required for its completion. The length of the arrows is chosen to suit the convenience. നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ സിമ്പിൾ ആരോസ് ആക്ടിവിറ്റിയെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആരോസിൻ്റെ ലെങ്ത്ത് ഒരു വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയോ അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഓരോ ആരോസിൻ്റെയും ലെങ്ത്ത് കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഇവൻറ്റ്സ് ആർ represented by circles. The numbers assigned to the events are marked within these circles. Thus, an activity can be denoted by a capital letter or by 2 numbers. Activity is represented by arrow. That arrows start from a circle and ends in a circle. The 2 circles are respectively tail and head events. നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഇവൻസിനെ സർക്കിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവൻസിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ സർക്കിളിനുള്ളിലാണ് മാർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ 2, 3 എന്നീ സംഖ്യകൾ ഒരു സർക്കിളിനുള്ളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സർക്കിളിനെയാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സാമ്പിൾസ് ഫോർ ആക്ടിവിറ്റി ആണ്. അതിൽ വരുന്നത് പ്രിപ്പയർ ബഡ്ജറ്റ്സ്, ഇൻസ്റ്റാൾ പമ്പ്, അസംബിൾ പാർട്സ്, പ്രിപ്പയർ എസ്റ്റിമേറ്റ്, സർവേ ദി സൈറ്റ്, ടെസ്റ്റ് പൈപ്പ് ലൈൻ. ഇതൊക്കെയാണ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ. അടുത്തത് എക്സാമ്പിൾസ് ഫോർ ഇവൻറ്റ്സ് ആണ്. അതിൽ വരുന്നത് ഡിസൈൻ കംപ്ലീറ്റഡ്, ഷോറൂം ഇനോഗ്രേറ്റഡ്, പേയ്മെൻറ്റ് മെയ്ഡ്, കമൻസ്ഡ് ടെസ്റ്റിംഗ് ക്യൂബ്, സർവീസ് റിസർവെയർ ഫിൽഡ്, മെറ്റീരിയൽ റിസീവ്ഡ് അറ്റ് സൈറ്റ്. നെക്സ്റ്റ് ടോപ്പിക് നെറ്റ്വർക്ക് ഡയഗ്രാം. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ബാക്ക്ബോൺ ഓഫ് നെറ്റ്വർക്ക് ടെക്നിക്സ്. നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് എ ഡയഗ്രാം representing the activities and events of network. നെറ്റ്വർക്ക് ടെക്നിക്സിൻ്റെ ബാക്ക്ബോണായാണ് നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രൊജക്റ്റിന് ആവശ്യമായ ആക്ടിവിറ്റീസും ഇവൻസും ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊജക്റ്റ് ഡയഗ്രാം ഓർ ആരോ ഡയഗ്രാം. ഇറ്റ് ഷോസ് the activities and events of a project in a logical sequence. നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ പറയുന്ന മറ്റു പേരുകളാണ് പ്രൊജക്റ്റ് ഗ്രാഫ് അല്ലെങ്കിൽ ആരോ ഡയഗ്രാം. ഒരു പ്രൊജക്റ്റിൻ്റെ ആക്ടിവിറ്റീസിനെയും ഇവൻസിനെയും ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രമാണ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഈച്ച് ഇവൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ കോൾഡ് നോട്ട്സ്. ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ ആരോ. നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ ഓരോ ഇവൻറ്റിനെയും സർക്കിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നോട്ട്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയെയും ആരോ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം. മെയിനായിട്ട് 2 നെറ്റ്വർക്ക് ഡയഗ്രാം ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ
event-oriented diagrams. Second, activity-oriented diagram. Event-oriented diagrams. It is also known as PERT network diagram. Event-oriented diagramsine പറയുന്ന മറ്റു പേരാണ് PERT network diagrams. Emphasis is given to the events of the project. ഒരു പ്രൊജക്റ്റിൻ്റെ ഇവൻസിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. The events in such network fall in a logical sequence. അത്തരത്തിലുള്ള നെറ്റ്വർക്കിൻ്റെ ഇവൻസ് ലോജിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാംസ് ആണ്. ഇതിനെ പറയുന്ന മറ്റു പേരാണ് CPM നെറ്റ്വർക്ക് ഡയഗ്രാംസ്. ഇതിൽ പ്രൊജക്റ്റിൻ്റെ ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഡയഗ്രത്തിൽ ആക്ടിവിറ്റീസൊക്കെ ലോജിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് നെറ്റ്വർക്ക് ഡയഗ്രാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ആരോ ഇൻ ദി നെറ്റ്വർക്ക്. ഓരോ ആക്ടിവിറ്റിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് നെറ്റ്വർക്കിലെ ഒരു ആരോ മാത്രമായിരിക്കും. സെക്കൻഡ് പോയിൻ്റ്, നോ ടു ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദി സെയിം ഹെഡ് ആൻഡ് ടെയിൽ ഇവൻറ്റ്സ്. സെയിം ഹെഡ് ആൻഡ് ടെയിൽ ഇവൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ആക്ടിവിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. നെക്സ്റ്റ് പോയിൻ്റ്, ഓൺലി വൺ ആക്ടിവിറ്റി മേ കണക്ട് എനി ടു നോഡ്സ്. ഒരു ആക്ടിവിറ്റിക്ക് മാത്രമേ രണ്ട് നോഡുകളെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ്. അതിലെ ആക്ടിവിറ്റിയുടെയും ഇവൻറ്റിൻ്റെയും ടൈപ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ എടുത്ത ടോപ്പിക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ്. ലാസ്റ്റ് എടുത്ത ടോപ്പിക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം. അതിൽ റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് നെറ്റ്വർക്ക് ഡയഗ്രാം ഡിസ്കസ് ചെയ്തു. So I am concluding my seminar. Thank you.